കടന്നു വരാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണേ. ഒരിക്കലും ഹറാമിലേക്ക് ശ്രദ്ധ തിരിയാത്ത രീതിയിൽ ജീവിക്കണം. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് വളരെ നിസ്സാരമായി കാണുന്ന ധാരാളം പേരുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിന്റെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ട് ശരീരം വിറ്റ ഭാര്യമാര് വരെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വനിതാ പോലീസ് പിടിച്ചപ്പോ ഞാനൊരു വേശ്യയല്ല, എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റാൻ ചികിത്സയ്ക്ക് കാശില്ലാത്തത് കൊണ്ട്, ബന്ധുക്കളും കുടുംബക്കാരും തന്നത് തീർന്നു പോയത് കൊണ്ട്, ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് എന്റെ ശരീരം ഞാൻ അന്യപുരുഷന്മാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് പൊട്ടിക്കരഞ്ഞു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ വികാരത്തെ അടക്കി നിർത്താൻ, ഒതുക്കി നിർത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സ് വെച്ചെല്ലാരെങ്കിലും അപകടമാണ്. നമ്മൾ ഓരോരുത്തരും അത് നിയന്ത്രിച്ചിരിക്കണം, ഇല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം. അത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇക്കളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു നൂറുകണക്കാട് ആൽബങ്ങളാണ് വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മാപ്പിളപ്പാട്ടെന്ന പേരിൽ തുണിയില്ലാത്ത പാട്ടുകള് വീട്ടിന്റെ അടുത്ത് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോ അത് മൊഞ്ചുള്ള പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പോലും ഇരുന്ന് കാണുമ്പോ ഉടനെ ജുമയിലെത്തും, ഉടനെ നഫീസത്തുമെന്നൊക്കെ പറഞ്ഞ് 18ഉം 19ഉം വയസ്സായ പെൺകുട്ടികൾ മുട്ടുവരെയുള്ള പാവാറിട്ടുകൊണ്ട് 2 കമ്പ് കയ്യിൽ വെച്ചുകൊണ്ട് കോലുകൾ നടക്കുമ്പോ അതിലൂടെ മാപ്പിളപ്പാട്ട് പാടി സ്റ്റിപ്പ് വെക്കുമ്പോ പാടിയും പിറകെ തസ്ബീഹും കയ്യിൽ വെച്ചുകൊണ്ട് നിസ്കാരപ്പായിരുന്നുകൊണ്ട് ആണും പെണ്ണും അത് കണ്ടാസ്വദിക്കുമ്പോ അത് സ്വർഗത്തിന്റെ പാട്ടാണെന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, അല്ലാഹു ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിൽപ്പെട്ടതായത് മാറിക്കൊണ്ടിരിക്കുകയാ. പിശാചിന്റെ ഏത് തരത്തിൽ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റുമോ ആ തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ. രണ്ടാമത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ പിടിച്ച പക്ഷിയുടെ പേര് കാക്ക എന്നാണ്. കാക്കയുടെ സ്വഭാവം എന്തെന്നറിയോ? കാക്കയ്ക്കുള്ള ഒരു ദുസ്വഭാവമാണ്, അത്യാഗ്രഹമാണ്. എത്ര കിട്ടിയാലും തികയത്തില്ല. വീട്ടിന്റെ അകത്തൊരു 100 ചുരിദാർ വെച്ചിരുന്നാലും ഭാര്യയും കൊണ്ട് യാത്ര പോകുമ്പോ നല്ല അടിപൊളി ചുരിദാർ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ ഭാര്യ പറയും, നിൽക്കാ ഒന്ന് ചവിട്ടണേ, ഞാൻ ആ ചുരിദാർ ഒന്ന് വാങ്ങിച്ചു. ഭർത്താവ് പറയും, ഇനി 150 എണ്ണം വീട്ടിൽ വെച്ചിരിക്കണത് ആരെ കുഴിച്ചാക്കാൻ, അവിടെ ഇരിക്കല്ലേ, നിനക്കത് പോരെ. ഇല്ല, ഞാൻ തൊട്ടിട്ട് വരാം, വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, പോയി തൊട്ടിട്ട് വരാമെന്ന് പറയും. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. കടകളിൽ ചെന്നാൽ ഇത് താത്തമാർ ആദ്യം ചോദിക്കുന്നത്, മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോ? ഇപ്പൊ കടക്കാരൻ പറയില്ല, വാപ്പാക്കൊരു മുട്ടനാടുണ്ട്. അപ്പോ ഇതാണ് ആദ്യ ചോദ്യം. ഇതൊക്കെ ധരിക്കോളൂ. ഏത് മോഡൽ മാറിയാലും ആ സെക്കൻഡിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ പോയിട്ടുള്ളൂ ബാക്കി. അപ്പോ അത്യാഗ്രഹം അത്ര കിട്ടിയാലും ഒരു ചാക്ക് അരി എടുത്തിട്ട് 3 കാക്ക മാർക്കിങ്ങനെ ഇട്ട് കൊടുത്തിരുന്ന എവിടെ പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. അത് മുഴുവനും തിന്നുയർന്ന അവസാനം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മുമ്പ് വന്നിരുന്ന ഒരു ചോറ് ഇങ്ങനെ പൊക്കിയിട്ടത് ആ ചാടി പിടിക്കാൻ വേണ്ടി ആർത്തി കാണിക്കുക. ഇത് അത്യാഗ്രഹമാണ്. എത്ര കിട്ടിയാലും മതി വരൂല. അത് വല്ലാത്ത അത്യാർത്ഥിയാണ്, അത്യാഗ്രഹമാണ്. അവന്റെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അപകടമാണ്, ആപത്താണ്, ദുഃഖമാണ്, ദുരന്തമാണ്. കണ്ടില്ലേ, ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ, ചുണക്കുട്ടനാട് സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഴുത്തറുത്ത്, കയ്യറുത്ത്, കാലറുത്ത്, ലിംഗമറുത്ത് 9 കവറിനകത്താകയിട്ട് വീടിന്റെ പിന്നാമ്പുറത്തുള്ള വേസ്റ്റുകുടിയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം വായിച്ച് ഈ സമുദായം ഞെട്ടാത്തതുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പണത്തിനോട് ആദ്യമൊത്തുകൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്ന ഭ്രാന്തന്മാര് ഈ ലോകത്തെ ഭ്രാന്തന്മാരായി അകപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പലിശ ഹറാമാണെന്ന് പറഞ്ഞെങ്കിൽ എന്തൊക്കെ നീ ദുനിയാവിൽ നേടിയാലും മോനെ നിന്റെ അന്ത്യം ഇങ്ങനെ തന്നെയാ. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ സലീം എന്ന സഹോദരൻ ആ കാശ് പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. തന്റെ കൂട്ടുകാരൊക്കെ ശരിക്ക് കാശ സലീമിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അവസാനം സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് വന്നപ്പോ ആ
പൈസ ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ആരുമില്ലാത്ത സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ വീടിന്റെ ഹാളിൽ പോയിട്ട് മദ്യം ഒഴിച്ചു കൊടുത്തു. ആ മദ്യത്തിലേക്ക് മയക്കുമരുന്ന് കലക്കി കൊടുത്തു. എന്നിട്ടൊരു കൂട്ടുകാരൻ കുടിച്ച് മയങ്ങി വീണപ്പോ ഒരു കോടി അറുക്കുന്ന ലാഘവത്തോട് കൂട്ടുകാരനെ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് പണം കൊടുക്കണമല്ലോ എന്ന ചിന്ത കൊണ്ട് അവന്റെ കഴുത്തെടുത്തെടുത്തു, അവന്റെ കൈകാലെടുത്തെടുത്തു, 9 കവറിനകത്താക്കിയിട്ട് എന്റെ പ്രിയമുള്ളവരെ മനുഷ്യനത് ചെയ്യാൻ കഴിയുന്നല്ലോ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ഷാനിയാബിരത്തെ ലോകത്തിന്റെ കായിക താരങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായി പരിണമിക്കുമ്പോ, സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തിന്റെ കയ്യടി വാങ്ങുമ്പോ, മനുഷ്യരെന്ന പദവിയിൽ നിന്നുകൊണ്ട് മനുഷ്യർ ഒരുപാട് അത്യാർത്ഥിയും അഹങ്കാരവും നടിക്കുമ്പോ, ആകാശ ലോകത്തേക്ക് കടന്നുപോലെ സുനിതാ വില്യംസ് ആകാശങ്ങൾക്കപ്പുറത്തേക്ക് പറന്നു പോകാനുള്ള ഇന്ത്യ രാജ്യത്തിന്റെ തൊഴിലുറപ്പ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രലോകത്തിന് കഴിയുമെന്ന് പറഞ്ഞപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞതെന്തെന്ന് എന്റെ സഹോദരങ്ങൾക്കറിയോ? മനുഷ്യ, നിനക്ക് ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ കഴിയുന്നുണ്ട്, ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ല. ശരിയല്ലേ? ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ കഴിയുന്ന മനുഷ്യന് ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. എത്ര അർത്ഥവത്തായ വാക്ക്! ഒരു ജീവിയും സ്വന്തം കൂടപ്പിറപ്പുകളെ തിന്നാറില്ല. നായയുടെ കുഞ്ഞിനെ തിന്നാറില്ല. പൂച്ചയുടെ കുഞ്ഞിനെ തിന്നാറില്ല. മനുഷ്യ കുഞ്ഞിനെ തിന്നുന്ന ലോകമാണ്. മുമ്പ് വെച്ചു കൊടുത്താൽ, തൊട്ട് നക്കാലത്തിൽ അച്ചാറോടെ വെച്ചു കൊടുത്താൽ പെറ്റ മക്കളെ അറുത്തു പൊരിച്ചു തിന്നുന്ന കാടത്തമ്മ ലഭിച്ച അമ്മമാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. അത്യാർത്തി ലോകത്ത് ഒരുപാട് അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്നിനു പുറകെ മറ്റൊന്ന് വേണമെന്നുള്ള ആർത്തി മനുഷ്യനെ ഒരുപാട് നശീകരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ സ്വഭാവം നമ്മൾ വലിച്ചറുത്ത് കളഞ്ഞില്ലാതെ മാനുഷിക നന്മ നമ്മുടെ നെഞ്ചകത്തിലേക്ക് വരികയില്ല. മൂന്നാമത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത് പിടിച്ചത് മയിലിനെ, നാലാമത് പിടിച്ചത് പരുന്തിനെ. ഇത് രണ്ടിനും ഏകദേശം ഒരു സ്വഭാവമാണ്. ഒന്നിന് അഹന്ത, ഒന്നിന് അഹങ്കാരം. പരുന്തിന് അഹങ്കാരമാണെങ്കിൽ മയിലിന് അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള തോന്നലാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയവൻ എന്ന ചിന്ത. ഇതാണ് രണ്ട് സ്വഭാവത്തിന്റെയും പ്രത്യേകത. ഇതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റും. നമ്മൾ ആരും വലിയ മിടുക്കി ദുനിയാവിൽ കാണിക്കണ്ട, ആഖിറത്തിൽ മിടുക്കരായി വരാം. അതിനു വേണ്ടിയിട്ട് ഹൃദയത്തിനല്ലാതെ, അള്ളാഹു ഇഷ്ടപ്പെട്ട പളുങ്ക് പോലെയുള്ള ഹൃദയത്തിനല്ലാതെ അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷയില്ല എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുമ്മ അഹീനി ഇൻസാനാ വമിത്നി ഇൻസാനാ, എന്നെ ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിക്കണേ അല്ലാഹ്, എന്നെ ഒരു മനുഷ്യനായി മരിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്, മഹാന്മാര് ദുആ ചെയ്തിട്ടുണ്ട്, ആരിഫീങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ജയ്ദി മഖ്ദൂമങ്ങളെ പോലെ ദീനിന്റെ കരുത്തരാറ് നേതൃത്വങ്ങൾ, നിറകുടങ്ങള് ഈ സമുദായത്തിന്റെ നടുമധ്യത്തിൽ നിന്നുകൊണ്ടെങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും മനുഷ്യനാകാൻ സാധിക്കണം. അയൽവാസിയുടെ നമ്പരമറിയുന്ന മനുഷ്യനാകാ, അനാഥ മക്കളുടെ കണ്ണീരൊപ്പുന്ന മനുഷ്യരാകാ, പാവപ്പെട്ടവരുടെ പട്ടിണി എറിയുന്ന മനുഷ്യരാകാ, കൂടപ്പുറപ്പിന്റെ വേദന എറിയുന്ന മനുഷ്യരാകാ, രോഗികളുടെ വിഷമമറിയുന്ന മനുഷ്യരാകാ, അയൽവാസി അനുഭവിക്കുന്ന വിഷമത്തെ മാറ്റിക്കൊടുക്ക, അവന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പരിശ്രമിക്കുന്ന മനുഷ്യരാകാ. എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സുണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ാര് ഒന്ന് രണ്ട് വരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. അടുത്ത വീട്ടിൽ തീ പിടിച്ചാൽ അണയിപ്പവൻ മനിതനോ, അന്ത നേരം ഓടി വന്ന് അണയിപ്പവൻ മനിതനോ, അവനോ മനിതൻ ഇവനോ മനിതൻ എന്ന് പറഞ്ഞാൽ അണയ്ക്കാൻ വരുന്നവനാണോ മനുഷ്യൻ, അതല്ല ആ സമയത്ത് വീടിയും കൊണ്ട് കത്തിക്കാൻ ചെല്ലുന്നവനാണോ മനുഷ്യൻ. നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പള്ളിയുടെ നടയിലിരുന്ന് വീടി വലിക്കുമായിരുന്നു അത്രേ. റമളാൻ മാസത്തിൽ ഉച്ച സമയത്ത് വലിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, നരകം ഉറപ്പാ. അപ്പൊ അയാൾ പറയാം, ഒരു കണക്കിന് അതാ ഉസ്താദെ റാഹത്ത്.
അതെന്താ അങ്ങനെ പറഞ്ഞ? ഒരു ദിവസം ബീഡി വലിക്കണമെങ്കിൽ 50 രൂപയുടെ തീപ്പെട്ടി വേണം. നരകമാകുമ്പോ തീപ്പെട്ടി വേണ്ട, ബീഡി കാണിച്ചു കൊടുത്താൽ മതി, കത്തിക്കോളും. എത്ര ലാഘവമാണ്. അപ്പൊ പുര കത്തുമ്പോ കത്തിക്കാൻ വേണ്ടി ബീഡി കൊണ്ട് ചെല്ലുന്നവനാണോ മനുഷ്യൻ? അതല്ല, അതിനെ അണയ്ക്കാൻ വേണ്ടി ഓടി വരുന്നവനാണോ മനുഷ്യൻ? അത് തമിഴ്നാടിന്റെ പാട്ടാണെങ്കിൽ മനുഷ്യൻ മണ്ണിൽ പല കോടി അവന്റെ മനസ്സിൽ ശൈത്താന്റെ മുഖം മൂടി. ഇത് കേരളത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൽ മനുഷ്യൻ പല കോടിയാണെങ്കിലും അവന്റെ മനസ്സിൽ ശൈത്താന്റെ മുഖം മൂടിയാണ്. പണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് പറയും. ഇന്ന് ഒരുപാട് ചിരിച്ച് തോളത്ത് കൈയിടുന്നവനാണ് അറുത്ത് കവർണത്താക്കി കുടിച്ചിടുന്നത്. വിശ്വസിക്കാൻ കഴിയാത്ത കാലം, സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത കാലം. അതുകൊണ്ട് മാനുഷിക ഗുണങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ പരിപൂർണമായ ഘടനയിലാണ് ഞാൻ മനുഷ്യരെ പടച്ചിരിക്കുന്നത്. أسفل سافلين ثم رددنا പിന്നനാ അവരെ മറക്കുന്നതാ അസ്ഫല സാഫിലീൻ. ഏറ്റവും താഴേക്കിടയിൽ ചെയ്യുന്ന, ഏറ്റവും താഴേക്കിടയിലുള്ള മൃഗങ്ങളെ പോലും ചെയ്യാൻ മടിക്കുന്ന, ക്രൂരത ചെയ്യുന്ന, മനുഷ്യത്തരങ്ങൾ ചെയ്യുന്നവരാക്കി അവരത് പഠിപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. പതിനമല്ലേ നമ്മൾ കാണുന്നത്. ഖുർആനിന്റെ മറ്റൊരു ഭാഗം പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന